നിങ്ങൾ എന്തോ പ്രശ്നത്തിലാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങളൊരു ബിസിനസ് പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വേണോ? ഒരാവശ്യം വേണ്ട. പ്ലീസ് ഞങ്ങളൊന്ന് വഴി തടയാണ്ടിരിക്കും. സമയം കളയാതെ ചുമ്മാ ഉള്ള ബിസിനസ് ഇവിടെയൊക്കെ ബാക്കി പോയാൽ നമ്മളിപ്പോ ആരായി? സത്യമല്ലേ, വെറും പട്ടി വില അല്ലേ? വേണ്ട അവന്തിക ചാരു ജോബ് കൺസൾട്ടൻസി ആണ്. അത് അവന്തികയാണ്. ഞാൻ ചാരുവാണ്. സാറ് നമ്മുടെ ആദ്യത്തെ കൈനീട്ട സാർ നമ്മൾ അനുഗ്രഹിക്കും. നന്നായി വരട്ടെ. ഓക്കെ സാർ. അപ്പൊ എന്നാ ശരി, വൈകുന്നേരം ഞാൻ വരുമ്പോ പണി നീറ്റായിരിക്കണം. സാർ വന്നാ മതി. ശരി, അപ്പൊ എന്നാ കാണാം. ഓക്കെ സാർ, സൂക്ഷിച്ചൊക്കെ പോണേ. ശരി ശരി. എന്തിനാ ഓറാക്കണത്? എടി അങ്ങാര് വിചാരിച്ചോട്ടെ നമുക്ക് ഭയങ്കര ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാന്ന്. പണി 1000 രൂപ കൈ കിട്ടിയത് കണ്ടോ? ഇതുപോലെ നമുക്ക് അങ്ങാരുടെ എല്ലാ സ്വത്തുക്കളും നമുക്ക് വൃത്തിയാക്കി കൈ കൊടുക്കണം. ഞാൻ വിചാരിച്ചത് നിന്റെ മറ്റേ സ്ഥിരം സ്വാർത്ഥത വന്നാന്ന്. സ്വത്തുക്കൾ മൊത്തം അടിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അയാൾക്ക് നമ്മൾ വാക്ക് കൊടുത്തതാണ് വൈകുന്നേരത്തിനകം വൃത്തിയാക്കി കൊടുക്കാന്ന്. ആൾക്കാരെ വിളിക്കും, പണിക്കുള്ള ആൾക്കാരെ വിളിക്കും. നീ ഒടുക്കത്തെ കൊതുകും. ഓ പൈസ എടി ചാരു എന്തായി? കുറെ മണിക്കൂറായി നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എടി അവര് തേച്ചെന്നാ തോന്നുന്നു. തേച്ചെന്നോ? എന്റെ ഈശ്വര, ഇനി ആ ഓണർ വിളിക്കുമ്പോ നമ്മൾ എന്തോന്ന് പറയും? എടി ഓണർ വിളിക്കണടി. എടുക്ക്, എന്നിട്ട് എന്തെങ്കിലും പറ. എന്ത് പറയാനാ? എന്തെങ്കിലും പറ. ഹലോ സാർ. ഓൾമോസ്റ്റ് തീരാറായി പണി. കുറച്ചും കൂടെ ബാക്കിയുള്ളൂ. വരുന്നാ? ഓക്കെ സാർ, വന്നോളൂ, കുഴപ്പമില്ല. കുറച്ചും കൂടി കണ്ടിട്ട് വന്നാൽ മതി. ശരി. എടി പ്രശ്നം എടി, അങ്ങനെ ഇപ്പം ഇങ്ങോട്ട് വരുന്നു. നീ എന്തിനാ പകുതിയായി എന്ന് പറയാൻ പോയത്? എടി അത് പിന്നെ ഫ്ലോയില് വന്നത്. ഫ്ലോയില് പകുതി പോയിട്ട് തുടങ്ങിയത് പോലും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആര് വൃത്തിയാക്കും ചാരു? എടി ഇച്ചിരിയെങ്കിലും വൃത്തിയാക്കി കൊടുത്തില്ലേ മോശമല്ലേ നമുക്ക്? അതിന് ഞാൻ ആലോചിച്ചട്ടെ, നമ്മൾ തന്നെ കൈവയ്ക്കേണ്ടി വരും. നമ്മളോ? എടി താഴെ ഇറങ്ങണിയ കാണട്ടെ നോമിത്. അയ്യ, ഇതാണോ കോടികൾ വിലമതിക്കുന്ന ബിസിനസ്?